Jai Hind to all. Today we start a new chapter, differential equation. ഈ ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ നല്ലൊരു രീതിയിൽ ഒരു ബൈ ഹാർട്ടാക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടുകൾ വളരെ ഭാഗങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. CBSE ഈ വർഷം ഈ ചാപ്റ്ററിൽ നിന്നും 2 ഭാഗം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെക്കൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഈസ് ഓഫ് ദി ഫോം dx/dy + px = q ഫോമിൽ വരുന്ന ആ ഒരു സെക്ഷനും ഒഴിവാക്കിയിട്ടുണ്ട്. ബാലൻസ് പോർഷൻ കണ്ടെയ്ൻ ചെയ്തിട്ട് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. പിന്നെ സൊല്യൂഷൻ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അത് വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലംസ്. ദെൻ സൊല്യൂഷൻ കണ്ടെത്താനുള്ള 3 മെത്തേഡ്സ്. ഫസ്റ്റ് ഈസ് വേരിയബിൾസ് ഓഫ് പ്രോബ്ലം ഫോം, സൊല്യൂഷൻ ഫോർ ഫൈൻഡിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫോം dy/dx + py = q. ഇത്രയും പോർഷൻസാണ് ഈ പറയുന്ന ചാപ്റ്ററിനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടെ ഒരു 7 or 8 മാർക്ക് വരെ എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ കൂടിയാണ് ചാപ്റ്റർ. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഡെഫിനിഷൻ സ്റ്റേറ്റ് ദാറ്റ് ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് കാൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നൗ വി സ്റ്റാർട്ട് ദ ക്ലാസ്. നൗ വി സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആക്ച്വലി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. ഇൻ്റഗ്രേഷന് അപ്ലൈ ചെയ്ത് വരുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്നത് ഓൺലി ഒരു വേരിയബിൾ മാത്രമാണ്, വേരിയബിൾ ആൻഡ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് മീൻ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഫംഗ്ഷൻ y = f(x) എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ദെയർ എക്സിസ്റ്റ് 2 വേരിയബിൾ. ഫസ്റ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കാരണം എക്സിന് വാല്യൂ കൊടുത്താലേ നമുക്ക് വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ y ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് x ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരാം, അവയുടെ ഡെറിവേറ്റീവ്സ് വരാം. ദാറ്റ് മീൻ ഫോർ എക്സാമ്പിൾ x × dy/dx + 4y = 0. ഇറ്റ്സ് ക്ലിയർലി എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവിടെ x ഉണ്ട്, y ഉണ്ട്, അവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. s³ × d³y/ds³ + 3xy × d²y/ds² + 5xy = 0 is also a differential equation. x ഉണ്ട്, y ഉണ്ട്, അവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ട എത്ര കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. ആർബിട്രറി കോൺസ്റ്റൻറ്റ് റിമൂവ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുള്ളൂ. ദാറ്റ് മീൻ ഇതിന് x y അല്ലാതെ മൂന്നാമത് കോൺസ്റ്റൻറ്റ് a b c അങ്ങനെയുള്ള ടേംസ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. രണ്ടാമത്തെ റാഡിക്കൽസ് വരാൻ പാടില്ല. റാഡിക്കൽസ് മീൻസ് റൂട്ട് റൈസ് ടു 1/3 അങ്ങനെയുള്ള ഫോം വരാൻ പാടില്ല. പിന്നെ ഫ്രാക്ഷൻസ് വരാൻ പാടില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫ്രാക്ഷൻ 1/d/dx 1 അല്ലെങ്കിൽ 1/d²/d² ആ ഫോമായിട്ടുള്ള ഇക്വേഷനും ഫോം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും മനസ്സിൽ ഓർത്ത് വേണം നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ആൻഡ് ഇക്വേഷൻ ഇൻവോൾവിങ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരാം, ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് വരാം. ഇപ്പോൾ u × d²u/dv² + 4uv × du/dv = 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പക്ഷേ ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യുവും വിയും ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ്സും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ഇത്രയേ ഉള്ളൂ. ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ d²y/dx² = cos 3x + sin 3x. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതൊരു സെക്കൻഡ് ഡെറിവേറ്റീവിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അവിടെ ഒരു എക്സ് വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അവിടെ വേറെ കോൺസ്റ്റൻറ്റ് ടൈമുകളൊന്നുമില്ല. മനസ്സിലായി? 3, 4 ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ആ നമ്പേഴ്സ് വരാം, പക്ഷേ ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാൻ പറ്റും dy/dx + 4axy അങ്ങനെ വരുന്നതല്ല ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല.
കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് തന്നെ ഇത്തരം ഫങ്ഷൻസിൽ വരുന്ന ഇത്തരം ആർബിട്രറി കോൺസ്റ്റൻറ്റ് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ചാപ്റ്റർ തന്നെ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞൊരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം CBSE ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, ആർബിട്രറി കോൺസ്റ്റൻറ്റ് റിമൂവ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് സിലബസിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ വർഷം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ടോട്ടലായിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് എ കമ്പൾസറി ക്വസ്റ്റ്യൻ. പലപ്പോഴും ഇത് 1 മാർക്ക് 2 മാർക്ക് സെക്ഷൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓർഡർ ആൻഡ് ഡിഗ്രി. സെക്കൻഡ് ഈസ് സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് ഈസ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇവിടെ വി ഫൈൻഡ് 3 മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം, സെക്കൻഡ് ഈസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ, ദെൻ ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്യുന്നു. ഇങ്ങനെ 3 മെത്തേഡ്സ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 3 ആകുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലോട്ട് നമുക്ക് പോകാം. വാട്ട് ഈസ് അവർ ഫസ്റ്റ് സെക്ഷൻ ഈസ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ ആൻഡ് ഡിഗ്രി. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി. വാട്ട് ഈസ് ഓർഡർ ആൻഡ് വാട്ട് ഈസ് എ ഡിഗ്രി? ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇസ് ഓർഡർ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇസ് ഓർഡർ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇറ്റ്സ് ഓർഡർ. ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ നാലോളം എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx ആണ്. ഇയാളുടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ്, കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ വന്നിട്ട് ഇവിടെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ തേർഡ് ഓർഡറാണ്. സെക്കൻഡ് ഓർഡർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ പരിഗണിക്കാവൂ, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇയാളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ 3 ആണ്. തേർഡ് ഇക്വേഷൻ വന്നിട്ട് യുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡറാണ്. സോ ഇത് ഓർഡർ ഇസ് 2 ആണ്. ആൻഡ് ലാസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡറാണ്, കാരണം d²/ds² ആണ്. അതാണ് അതിൻ്റെ ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇസ് ഓർഡർ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇസ് ഓർഡർ. Now degree means power of the highest order derivative, അല്ലെങ്കിൽ exponent of the highest order derivative is called degree. Power or exponent of the highest order derivative is called degree. ഇപ്പോൾ പവർ മീൻസ് ഇപ്പോൾ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ വരുന്നത് അതിൻ്റെ പവർ, അതിൻ്റെ റൈസ് ടു എത്രയാണോ അതാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ. ഇവിടെ വരുമ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ആണ്, അതിൻ്റെ പവറായിട്ട് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഡിഗ്രി ഈസ് ആൾസോ 1. ഇവിടെ വരുമ്പോൾ തേർഡ് ഓർഡർ ആണ് ഹയസ്റ്റ് ഓർഡർ, അതിൻ്റെ പവർ നോക്കുമ്പോൾ 1 ആണ്. അവിടെ ഡിഗ്രി 1 തന്നെയാണ്. തേർഡ് ഇക്വേഷനിലും ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഫോർത്ത് ഇക്വേഷൻ ഡിഗ്രി 1 ആണ്. ചില സമയങ്ങളിൽ ഇങ്ങനെ ചോദിക്കാം d²/ds² ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു cos 3x + sin 3x ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ 2 ആൻഡ് ഡിഗ്രി ഈസ് ആൾസോ 3 എന്ന് പറയാം. ആ പവർ ഹയസ്റ്റ് ഡെറിവേറ്റീവിയുടെ പവർ എക്സ്പൊണൻറ്റ് ഈസ് കാൾഡ് ഡിഗ്രി. അപ്പോൾ ഓർഡർ മീൻസ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കാൾഡ് ഇസ് ഓർഡർ. Second definition degree, exponent or power of the highest order derivative is called degree. നമുക്കിതിനെ ബേസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണിത്. ഇതിനെ ബേസ് ചെയ്ത് എക്സാം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഡിറ്റർമൈൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിറ്റർമൈൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. dy/dx + 5y is equal to 0. dy/dx + 5y is equal to 0. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓർഡറും ഡിഗ്രിയുമാണ്. ഹിയർ ദ ഓർഡർ ഈസ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1. ഹയസ്റ്റ് ഡെറിവേറ്റീവ് 1 ആൻഡ് ഡിഗ്രി ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിയുടെ പവർ, ആ ഹയസ്റ്റ് ഡെറിവേറ്റീവ് പവറായിട്ട് ഇവിടെ വരുന്നത് 1 ആണ്. അതുകൊണ്ട് ഡിഗ്രി നമുക്ക് എന്തിനു എഴുതാം, 1 എന്ന് എഴുതാം. ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. d²y/ds² d²y/dx² is equal to cos 3x plus sin 3x. Here the highest order derivative is 2 and degree is also 1 ആണ്. കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവിടെ പവറാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ. ഇത് സെക്കൻഡ് ഓർഡർ ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അതിൻ്റെ പവർ വന്നിട്ട് 1 ആയതുകൊണ്ട് ഡിഗ്രി is equal to 1 ആണ്. Now d²y/ds² plus 2 into dy/dx plus sin y is equal to 0.
Here the second order ആണ് ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. സോ ദ ഓർഡർ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ഡിഗ്രി ഈസ് ഈക്വൽ ടു അതിൻ്റെ പവർ വേറെ നോക്കരുത്. അതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ എന്തിനു കിട്ടും? 1 എന്ന് കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല. Fourth question. d square y by dx square the whole square plus sin of dy by dx equal to 0. ഇവിടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ ഇസ് ഈക്വൽ ടു 2 ആണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഒരു ലോഗരിതമിക് ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെയോ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അതിനകത്തായിട്ട് ഡെറിവേറ്റീവ് ടേംസ് ഉണ്ടെങ്കിൽ ഓൺലി ഡെറിവേറ്റീവ് ടേംസ് അവിടെ എക്സും വൈ വരുന്ന പ്രശ്നമല്ല. ഇവിടെ നോക്കുക, ഇവിടെ കോസ് 3x ഉണ്ട്, ഇവിടെ സൈൻ വൈ ഉണ്ട്, നോ പ്രോബ്ലം. പക്ഷേ ഈ സൈനകത്ത് തന്നെ ഒരു ഡെറിവേറ്റീവ് ടേം കണ്ടെയ്ൻ ചെയ്തിരുന്നെങ്കിൽ ഐ മീൻ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ സൈൻ ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ അങ്ങനെ ഒരു ടേം നിങ്ങൾക്ക് കണ്ടെയ്ൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത്തരം കേസുകളിൽ ഡിഗ്രി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം. അത്തരം കേസുകളിൽ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് നിങ്ങളെപ്പോഴും റിമൈൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് പവർ നോക്കി നമുക്ക് അവിടെ ഓർഡർ ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ പവർ ചാടിക്കറി നമ്മൾ ഡിഗ്രി 2 എന്നിവിടെ എഴുതി കളയരുത്. കാരണം സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓർമ്മിച്ചുകൊള്ളുക. ഇപ്പോൾ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യനായിട്ട് d raised to 4 y divided by dx raised to 4 plus sin of y double dash is equal to 0. ഈ y double dash കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ്. y dash മീൻ ഫസ്റ്റ് ഡെറിവേറ്റീവ്, y dash മീൻ dy by dx എന്നും y double dash മീൻ d square y divided by dx square ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പവർ 4 ആയിട്ട് ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ 4 ആണ്. പക്ഷേ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ബിക്കോസ് ഈ പറഞ്ഞ ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് ടൈം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം അതിനകത്ത് ആരുണ്ട്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ ds by dt the whole raised to 4 plus 3s into d square s by dt square is equal to 0. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എസും ടിയും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ആണ്, അല്ല 1 അല്ല 2 ആണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഓർമ്മിക്കുക, ഡിഗ്രി ചാടിക്കയറി നമ്മളുടെ 4 എന്ന് കൊടുത്തിട്ടുള്ളത് ഹയസ്റ്റ് ഡെറിവേറ്റീവുടെ പവറാണ് ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? 1 ആണ്. ഡിഗ്രി എന്തായിരിക്കും? 1 ആണ്. മാറിപ്പോകരുത്. ഓർഡർ 2 ആണ്. ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ by dx square is equal to the whole square d square by dx square the whole square plus cos of dy by dx is equal to 0 ആണെങ്കിൽ here the order is comes to 2 ആയിരിക്കും. ആൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്താ കിട്ടുക? ഡിഗ്രി is not defined. കാരണം കോസ് എന്നുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്? ഡെറിവേറ്റീവ് ടൈം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡിഗ്രി നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആകുന്നു. y triple dash plus 2y double dash plus y dash is equal to 0. y triple dash means third order എന്നാണ്. y double dash means second order എന്നാണ്. and y dash means first order. and therefore the order of the differential equation order വന്നിട്ട് ഇവിടെ ആൻസർ എന്തായിരിക്കും? 3. and ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഗ്രി വന്നിട്ട് ആൻസർ എന്തായിരിക്കും? ആ ഓർഡറിൻ്റെ പവർ, ആ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവറായിട്ട് വരുന്നത് 1 ആയതുകൊണ്ട് ഡിഗ്രി ആൻസർ എന്തായിരിക്കും വരിക? 1. ഒരു ദിവസം കൂടി നമുക്ക് പറയാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ y divided by ds square the whole cube plus dy by dx the whole square plus sin of dy by dx is equal to 0. ഈ കേസിൽ ഓർഡർ എന്തായിരുന്നു? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡറാണ് ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഓർഡർ 2 ആണ്.
ഡിഗ്രി നമ്മൾ എന്തെഴുതി കളയുക 3 എന്ന് എഴുതി കളയുക. കാരണം സൈനിനകത്ത് ഡെറിവേറ്റീവ് ടൈം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഡിഗ്രി ഇവിടെ നമുക്ക് ഈ കേസിൽ എന്തായിരിക്കും, ഡിഗ്രി ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ആൻഡ് അവർ മോർ ക്വസ്റ്റ്യൻ, d²y/dx² പ്ലസ് e⁻dy/dx is equal to 0 എന്ന് പറഞ്ഞാലോ, ഹിയർ ദ ഓർഡർ ഈസ് 2 ആൻഡ് ഡിഗ്രി ഈസ് ആൾസോ നോട്ട് ഡിഫൈൻഡ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ പറഞ്ഞ പോലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്, ഡെറിവേറ്റീവ് ടൈം വരുന്നത് കൊണ്ട് തന്നെ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഈ ലെവലിലാണ് നമുക്കിത് ഓർഡർ ആൻഡ് ഡിഗ്രി പറയുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ വെരിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ബൈ.